ഞാൻ വന്നിട്ടുള്ളത് ഇറാനി പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. പോളയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ചിക്കൻ ഇഷ്ടമല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ ചെമ്മീൻ വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ വെജിറ്റബിൾസ് വെച്ചിട്ടോ നമുക്ക് ഈ ഫില്ലിംഗ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി, കൂടിപ്പോകരുത്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ കരിഞ്ഞു പോകും, പിന്നെ വെന്ത് കിട്ടുകയും ചെയ്യില്ല. ചിക്കൻ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ചിക്കൻ മുഴുവനും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഓയിൽ കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 2 എടുക്കുക, ചെറുതാണെങ്കിൽ 3 എടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒന്ന് വഴറ്റിയിട്ടുണ്ട്. സവാള നന്നായി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ 4 നല്ല എരിവില്ല പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ പച്ചമുളക് ചതക്കുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു പച്ചച്ചുയ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പോളക്ക്. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളെല്ലാം കരിഞ്ഞു പോകും. അന്നേരം പിന്നെ ടേസ്റ്റ് മാറും. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഞാനൊന്ന് കൈകൊണ്ട് പിച്ചിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ചേർത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിയെടുക്കുക, അല്ലെങ്കിൽ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, അന്നേരം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ പിച്ചിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട്
വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്, അതുപോലെ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. മല്ലിയിലയും കറിവേപ്പിലയും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോളക്കിലെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പോളക്ക് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മെഷറിംഗ് കപ്പിന് അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതിൽ അളന്നിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴികെ ഏതൊരു ഓയിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. എല്ലാം നന്നായി മിക്സ് ആകുന്നത് വരെ അടിച്ചെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെയാണ് ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് പോള റെഡിയാക്കാം. പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ഇതുപോലെ എല്ലായിടത്തും ആവുന്നത് പോലെ ആക്കി കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്നും കുറച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. ചെറിയ തീയിലായിരിക്കണം വെക്കേണ്ടത്. നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് വേവാനായിട്ട് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഞാനിനി ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കരിയില്ല. വെക്കുന്ന സമയത്ത് ആദ്യമേ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പം 3 പ്രാവശ്യമായിട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഈ സൈഡ് ഭാഗത്തേക്ക് ആക്കണ്ട. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് അടിയിലേക്ക് എത്താൻ കുറച്ച് താമസിക്കും, കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല. ഫില്ലിങ്ങിൽ നിന്ന് പകുതി ഫില്ലിങ്ങും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററിൽ നിന്ന് പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മതി. ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റോളം ഒന്നും കൂടി അടച്ചു വെക്കാം. വീണ്ടും നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ ഫില്ലിങ്ങും ഞാൻ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം സൈഡിലേക്ക് ആവാതെ ഇതുപോലെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ബാറ്ററും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാപ്സിക്കം റൗണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചു കൊടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഞാനിപ്പോൾ 3 കളറിലുള്ള ക്യാപ്സിക്കാണ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ വെച്ചു കൊടുക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മല്ലിയില കൂടി വിതറി കൊടുക്കാം. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിക്കാം.
20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി. വെക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം, അത് മറക്കരുത്. തീ കൂട്ടി വെച്ചാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കുക. പോള നമ്മൾ വേവാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ടൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ബാറ്റർ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം വേവാത്തത് പോലെയാണ് ഉള്ളത്. ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ മുകൾ ഭാഗവും കൂടി നന്നായിട്ട് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഈ പോള ഒന്ന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് തന്നെ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ പോള റെഡിയായി കിട്ടും. പോള ഞാനിവിടെ 5 മിനിറ്റ് ആയപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ മുകൾ ഭാഗമൊക്കെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഇറാനി പോള ഇവിടെ റെഡിയായി. ഇനി ഞാനിത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഞാനിവിടെ ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. കാണുമ്പം തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്